പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 147 സങ്കീർത്തനം 9 വാക്യം. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമത്രേ. പ്രാർത്ഥന കേൾക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ കൈവിടാത്ത ഒരു ദൈവം, ഉപേക്ഷിക്കാത്ത ഒരു ദൈവം. നാം ദൈവസന്നിധിയിൽ കരഞ്ഞ ഓരോ കണ്ണുനീരിനും അവൻ മറുപടി തരുന്ന ദൈവമത്രേ. യേശയ്യാ പ്രവചനം 59 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പ്രാവുകളെപ്പോലെ കുറുകുന്നു എന്ന്. പ്രാവുകളെപ്പോലെ കുറുകുന്ന ഒരു ദൈവ പൈതലിൻ്റെ കണ്ണുനീരിന് എല്ലാ കാലത്തും മറുപടിയുണ്ട്. ദൈവസന്നിധിയിലാണോ നീ കരഞ്ഞത്? ദൈവസന്നിധിയിലാണോ നിൻ്റെ കണ്ണുനീർ വീണത്? നിശ്ചയമായി നിൻ്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ, നിൻ്റെ കരച്ചിലിന് മറുപടി തരാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല എന്ന് അരുളി ചെയ്ത നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമത്രേ. ഹല്ലേലൂയ. മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു, ഞാൻ പ്രാവു പോലെ കുറുകി, എൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. യഹോവേ, ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു, എനിക്ക് ഇട നിൽക്കണമേ എന്ന് ഹല്ലേലൂയ ഹിസ്കിയാവ് രാജാവ് ദൈവമുമ്പാകെ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകി. പ്രാവെന്ന പോലെ കുറുകി ഹല്ലേലൂയ ദൈവമുമ്പാകെ ഹല്ലേലൂയ ഒരു മീവൽ പക്ഷി പോലെ, കൊക്കു പോലെ ചിലച്ചു തൻ്റെ കണ്ണുനീരിനെ പകർന്നു. കർത്താവേ, നീ കൈവിടരുതേ, കർത്താവേ, നീ ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് ദൈവമുമ്പാകെ മുഴങ്കാലും മടക്കിയപ്പോൾ ഓരോ പ്രാർത്ഥനയ്ക്കും കർത്താവ് മറുപടി കൊടുത്തു. നിങ്ങൾക്കറിയാം, ഹിസ്കിയാവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രോഗം പിടിച്ച് കിടന്നപ്പോൾ അദ്ദേഹം ദൈവമുമ്പാകെ മുട്ടുമടക്കിയത്, ദൈവത്തോടാണ് നിലവിളിച്ചത്. ദൈവം അതിന് മറുപടി നൽകി. ദൈവം അവൻ്റെ ആയുസ്സിനെ നീട്ടിക്കൊടുത്തു. ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ നടുവിലും തനിക്ക് വിരോധമായി ശത്രു പാളയമിറങ്ങിയപ്പോഴും ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നിൻ്റെ ജനത്തിൻ്റെ നിന്ദയെ നീ കാണണമേ, നിൻ്റെ ജനത്തിൻ്റെ കണ്ണുനീരിന് മറുപടി തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥനയ്ക്കും മറുപടി നൽകി. ഇന്ന് രാവിലെ നിങ്ങൾ എന്ത് വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിന് ഒരു വ്യത്യാസവുമില്ല. യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഒരു വ്യത്യാസവുമില്ല. നിങ്ങൾ ഏത് ജാതിയിലായിക്കോട്ടെ, ഏത് മതത്തിലായിക്കോട്ടെ, ഏത് കൂട്ടത്തിലാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലെങ്കിൽ അവൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഏവരെയും അവൻ ഹല്ലേലൂയ പരിപാലിക്കും. വചനം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിപ്പീൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവോളം ഞാനത് ചെയ്തു തരും. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 16 അതാ നാം വായിക്കുന്നത്. നാം ഏത് വിഷയമാണെങ്കിലും ദൈവമുമ്പാകെ വെക്കുന്ന വിഷയത്തിന് അവൻ മറുപടി തരും. യേശുവിൻ നാമത്തിൽ മറുപടിയുണ്ട്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിൻ്റെ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിലാണോ? ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാൻ 16:24 പറയുന്ന പ്രകാരം യേശുവിൻ്റെ നാമത്തിലെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായി മറുപടിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഒരു ജാതീയ വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളൊരു യഹൂദനായിക്കോട്ടെ, നിങ്ങളൊരു യവനനായിക്കോട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായി കർത്താവ് മറുപടി തരും. 2, കർത്താവ് ഏത് വിഷയത്തിനും, നിങ്ങളുടെ ഏത് ആവശ്യത്തിനും മതിയായ ദൈവമത്രേ. എൻ്റെ ദൈവമോ നിൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അതാ ദൈവത്തിൻ്റെ പ്രോമിസ്. നിങ്ങളുടെ ഏത് വ്യക്തിയും ആയിക്കോട്ടെ, ഏത് ആവശ്യവുമായിക്കോട്ടെ, യേശു കർത്താവ് മതിയായ ദൈവമത്രേ. യേശു കർത്താവ് മാറാത്ത ദൈവമത്രേ. നിങ്ങൾക്കറിയാമല്ലോ, തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദാഹം കൊണ്ട് വലഞ്ഞ ഹാഗാർ കർത്താവിൻ്റെ മുമ്പാകെ നിലവിളിച്ചു, ബാലൻ നിലവിളിച്ചു. അബ്രഹാം കൊടുത്തത് ഒരു തുരുത്തിയിലെ വെള്ളം മാത്രമേ ഉള്ളായിരുന്നു. ഈ ലോകം കൊടുക്കുന്നതിനൊരു അളവുണ്ട്. ആ തുരുത്തിയിലെ വെള്ളം കുറച്ച് കഴിഞ്ഞപ്പോൾ തീർന്നുപോയി. എന്നാൽ ദൈവമുമ്പാകെ ആ ബേർഷേബ മരുഭൂമിയിൽ നിലവിളിച്ചപ്പോൾ കർത്താവ് ഹാഗാറിൻ്റെ കണ്ണ് തുറന്നിട്ട് അവിടെ ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ ഉറവയെ ദൈവം കാണിച്ചു കൊടുത്തു. ഹാഗാർ ഒരു ജാതീയ സ്ത്രീയാണ്. ഹാഗാർ തൻ്റെ ദാസിയായ ഹല്ലേലൂയ സാറയിൽ നിന്ന്, തൻ്റെ യജമാനത്തിയായ സാറയിൽ നിന്നും ഓടിപ്പോവുകയാണ്. അബ്രഹാം അവളെ പറഞ്ഞയച്ചതാ എന്ന് പറഞ്ഞ് ദൈവം മിണ്ടാതെ ഇരുന്നില്ല. ദൈവം അവളുടെ നിലവിളിക്ക് മറുപടി കൊടുത്തു. അവിടെ കണ്ണുനീരിനെ ദൈവം തുടച്ചു. അവളുടെ ജീവിതത്തിൽ ഉറവയെ
തുറന്നു കൊടുത്തിട്ട് അവളെ മാനിച്ചു. ഇന്ന് പകൽക്കാലം നിൻ്റെ ആവശ്യം ഏതുമായിക്കോട്ടെ, യേശു മതിയായവൻ. ഹന്നയെ നോക്ക്. ഹന്ന പ്രാർത്ഥിച്ച വിഷയം ഒരു തലമുറയ്ക്ക് വേണ്ടിയാണ് താൻ കണ്ണുനീരൊഴുക്കിയത്. എന്നാൽ ആ കണ്ണുനീരിനും കർത്താവ് മറുപടി നൽകി. തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാവേ, പിതാവേ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കഷ്ടതയിൽ ദാവീദ് ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ, ഹല്ലേലൂയ, തങ്ങളുടെ കുടുംബത്തെ, ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും ശത്രു പിടിച്ചുകൊണ്ടുപോയി, സമ്പത്തിനെ അപഹരിച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞ് സിക്ലാഗിൽ താൻ നിലവിളിച്ചു. തൻ്റെ ബലം പോകുവോളം നിലവിളിച്ചു. തൻ്റെ ജനം വിരോധമായപ്പോൾ നിലവിളിച്ചു. എന്നാൽ നിലവിളിക്ക് മറുപടിയായി ദൈവം അവൻ ആലോചന പറഞ്ഞു കൊടുത്ത് നഷ്ടപ്പെട്ടതിനെ മടക്കിക്കൊടുത്തു. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവപൈതലേ, നിൻ്റെ വീട്ടിൻ്റെ അകത്ത്, നിൻ്റെ മുറിക്കകത്ത് കയറി നീ കണ്ണുനീർ ഒഴുക്കുമ്പോൾ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ച് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ദാനിയേലിൻ്റെ ഉൾമുറിയിലെ പ്രാർത്ഥനയ്ക്ക് ഇതാ പുറത്ത്, ഹല്ലേലൂയ, അവൻ മറുപടി കൊടുത്തു. രാജാവിൻ്റെ മുമ്പിൽ, ജനത്തിൻ്റെ മുമ്പിൽ, അധികാരികളുടെ മുമ്പിൽ ദൈവം ദാനിയേലിനെ മാനിച്ചു. ഇന്ന് പകൽക്കാലം മുറിക്കകത്തുനിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പരസ്യത്തിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ രാവിലെ വചനം കേൾക്കുന്ന ദൈവപൈതലേ, പരസ്യത്തിൽ നിന്നെ മാനിക്കും. നീ ഏത് ജാതി ആയിക്കോട്ടെ, നീ ഏത് മതക്കാരനായിക്കോട്ടെ, നീ എവിടുത്തുകാരനെങ്കിലും ആയിക്കോട്ടെ, നിൻ്റെ വിഷയം എന്തുമായിക്കോട്ടെ, എൻ്റെ കർത്താവ് മതിയായവൻ. കരമുയർത്തിയിട്ടെന്ന് പറയുമോ, എൻ്റെ യേശു സകലത്തിനും മതിയായവൻ, എൻ്റെ യേശു പ്രാർത്ഥന കേൾക്കുന്നവൻ, എൻ്റെ യേശു യാചനയ്ക്ക് മറുപടി തരുന്നവൻ. അവൻ നിന്നെ സഹായിക്കും, അവൻ നിന്നെ ബലപ്പെടുത്തും. നിന്നെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.